വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പെരുന്തച്ഛനാണ് ശ്രീ പത്മശ്രീ തിലകൻ. അദ്ദേഹം അഭിനയത്തിൻ്റെ 50 ആണ്ട് പിന്നിട്ട് കഴിഞ്ഞു. വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥിയായ തിലകൻ ചേട്ടനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഇങ്ങനെ പിന്തുടരുന്നത്? ഫലമുള്ള ജില്ലയിൽ എറിയാറുള്ളൂ. വിവാദത്തിൻ്റെ പുറകെ പോകുന്നതാണോ തിലകൻ ചേട്ടൻ? എൻ്റെ കലാജീവിതത്തിൽ പ്രത്യേകിച്ച്, മറ്റുള്ള ഞാൻ വിടുന്നു, കലാജീവിതത്തിൽ പ്രത്യേകിച്ചും ഞാൻ കാലുവെച്ചപ്പം മുതലുള്ള വിവാദങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നറിയാൻ പാടില്ലാത്ത തരത്തിൽ. ആലോചിച്ച് നോക്കുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലർക്ക് ഞാനൊരു തടസ്സമാകുന്നുണ്ടാവാം മുമ്പോട്ടുള്ള പോക്കിന്. മനഃപൂർവ്വമായിട്ടല്ലെങ്കിൽ തന്നെ എൻ്റെ പെർഫോമൻസിനെ അതിജീവിക്കാൻ ചിലർക്ക് കഴിയാതെ പോകുന്നുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആവാം. ഈ പ്രേക്ഷകരിൽ നിന്നാണ് പെർഫോമൻസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യം എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവരാണ്. അപ്പോൾ അതുപോലെയുള്ള പെർഫോമൻസ് ആണെങ്കിൽ മറ്റാർക്കും വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവരെക്കാൾ ഒരു ശകലം മേലോട്ട് പോയാൽ ഇവർക്ക് അസൂയ തോന്നുന്നുണ്ട്. അല്ല, ഈ സൂപ്പർ സ്റ്റാറുകൾ തന്നെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് കാണേണ്ട വ്യക്തിയാണ് താങ്കൾ, അല്ലേ? കാരണം ഇന്ത്യൻ ചലച്ചിത്രത്തിലെ ഏറ്റവും അതികായനായിട്ടുള്ള ഒരു അഭിനേതാവ്. താങ്കളിൽ നിന്ന് പഠിക്കേണ്ടതാണ് പലതും. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നു, അല്ലേ? അങ്ങനെ ആരെന്ന് പഠിക്കേണ്ടതല്ല. ഒന്നിച്ച് മിങ്കിൾ ചെയ്തൊരു ഇപ്പോൾ സിനിമയാണെങ്കിൽ തന്നെ ഒരു സിനിമ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിലെ വിവിധ ക്യാരക്ടേഴ്സിനെയാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന കണ്ടിട്ട് മറ്റൊരാൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ വഴി വേറെ ആയിരിക്കും, എൻ്റെ ശൈലി വേറെ ആയിരിക്കും, എൻ്റെ കഥാപാത്രം മറ്റൊരു വഴിക്ക് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അത് മറ്റൊരാൾക്ക് ഒരിക്കലും അതേ സിനിമയിൽ ഒരു റോൾ മോഡലാക്കിയിട്ടൊന്നും ചെയ്യാൻ ഒക്കില്ല. ഞാൻ ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു സെൻസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് തുടർന്ന് ചെയ്യാൻ പറ്റിയേക്കാം. അവരെക്കാൾ ഒരു കൊള്ളാവുന്ന തരത്തിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എന്നിൽ നിന്നും പഠിക്കാനുണ്ടാവില്ല. എന്തെങ്കിലും അന്യോന്യം പഠിക്കാനുണ്ടാവും. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുക്കന്മാരാണ്. ഗുരുവുമായിട്ട് പ്രത്യേകിച്ചൊരു ആളില്ല. അല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെ തിലകന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്, അല്ലേ? എപ്പോഴും അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. അത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളും അല്ലെങ്കിൽ സൂപ്പർ സംവിധായകരും സൂപ്പർ നിർമ്മാതാക്കളും മനസ്സിലാക്കുന്നില്ല എന്നാണോ? ഇന്നത്തെ സിനിമയുടെ പോക്കനുസരിച്ച് അങ്ങനെ ഒരു വലിയ പെർഫോമറെ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ 73-ലാണ് സിനിമയിലേക്ക് വന്നത്. ഈ 73-ൽ വന്ന് 2 സിനിമ അഭിനയിച്ചതിന് ശേഷം 6 വർഷം വീണ്ടും ഞാൻ എൻ്റെ തട്ടകമായ സ്റ്റേജിലാണ് നിന്നത്. ആ സ്റ്റേജിൽ അപ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. അനേകം കഥാപാത്രങ്ങളെ ഞാനിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ സംവിധാനകർമ്മം ചെയ്യുന്നുണ്ട് നാടകത്തിൻ്റെ. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് 10ഉം 12ഉം കഥാപാത്രങ്ങളെ എൻ്റെ ഉള്ളിലിട്ടിട്ട് ശരിക്കും പഠിച്ചിട്ട് അത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു സംവിധായകൻ്റെ ജോലി എന്നുള്ളത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവുമില്ല ഒരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കാൻ. പെട്ടെന്ന് എനിക്കൊരു സ്പാർക്ക് കിട്ടും. അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പെർഫോമറെ ഇപ്പം ആവശ്യമുണ്ടോ എന്ന് ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചു. ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ സിനിമയുടെ കലാമൂല്യം ചോർന്നു പോയി എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതെ, കലാമൂല്യമുള്ള സിനിമകൾ ഇപ്പോൾ വളരെ വിരളമാണ്. പണ്ട് ഇത്രയും ടെക്നോളജി വളർന്നിട്ടില്ലാത്ത കാലത്ത് പോലും ഉള്ള ചിത്രങ്ങൾ കണ്ടു നോക്കുക, ജനങ്ങൾ കാണട്ടത്. അതിനൊരു നല്ല കെട്ടുറപ്പുള്ള കഥയും നല്ല അന്നത്തെ കാലത്തെ അഭിനയ ശൈലിയിലൂടെ അഭിനയിക്കുന്ന നല്ല കലാകാരന്മാരും അവർ തമ്മിലുള്ള ടീം വർക്കൊക്കെ വളരെ ഉന്നതമായിരുന്നു. ഇന്ന് ആ ടീം വർക്ക് പലയിടത്തും ഇല്ല. മലയാള സിനിമയിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ? മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർഡം വല്ലാതെ വളർന്ന് പന്തലിച്ചിരിക്കുന്നു. പക്ഷേ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളൊന്നും വിജയിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് വിജയിക്കണം എന്നില്ല. അവർക്ക് വലിയ തുക അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. ആ പ്രതിഫലം കിട്ടുന്ന തുകയുടെ അഡ്വാൻസ് മതി അവർക്ക് ജീവിക്കാൻ. അതുതന്നെ ഭയങ്കരമാണ്. ഒരാൾക്കൊരു അഡ്വാൻസ് കിട്ടിയിട്ട് ആ പടം നടക്കാതെ പോകാം.
അത് ഒരു വിയർപ്പ് പോലും, ഒരു തുള്ളി വിയർപ്പ് പോലും വീഴ്ത്താതെ അത് അവരുടെ പെട്ടിയിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ ബാങ്കിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരാൾ ഇത് നടന്നില്ല, എനിക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സംഘടനയുടെ ശ്രമമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ഒരു സംഘടന നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് സംഘടനയ്ക്ക് പെയിൻ്റൊക്കെ അടിച്ച് അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് വെച്ച് ചെയ്യുന്നതിലാണ് ഇവരുടെ എല്ലാവരുടെയും ശ്രദ്ധ. അഭിനയത്തിലോ അല്ലെങ്കിൽ എഴുത്തിലോ സംവിധാനത്തിലോ ഒന്നും കൂടുതൽ ശ്രദ്ധിക്കാനും കൂടുതൽ നിരീക്ഷിക്കാനും ഒക്കെ സമയമില്ല. അത് തന്നെയാണ് കാരണം. പ്രതിബദ്ധത ഇല്ല. ഇല്ല. മെയിൻ ലൈവ്ലിഹുഡും സിനിമയല്ല. ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ജനങ്ങളത് കാണുന്നവർ, പ്രേക്ഷകർ എന്ന് പറയുന്ന വർഗം മൂക്കില്ലാത്ത രാജ്യത്ത് മുറിമൂക്കൻ രാജാവിനെ കണ്ട് തൃപ്തിയടയുന്നു. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പോരാ എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. സിനിമ അതിൻ്റെതായ എല്ലാ ഭംഗിയോടും സൗന്ദര്യത്തോടും കൂടി നിലനിൽക്കണം. അതിന് ഈ വക കാര്യങ്ങളൊന്നും നടക്കുകയില്ല. സൂപ്പർ സ്റ്റാർ എന്ന് പറയപ്പെടുന്ന ആൾ, അയാൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ അയാൾ പറയുന്ന ആൾ ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ സ്ഥാനങ്ങളും കയ്യേറേണ്ടത്. ഉദാഹരണത്തിന് കൂടെ അഭിനയിക്കുന്നത് മാത്രമല്ല, ക്യാമറ വർക്ക് ചെയ്യുന്നത്, ക്യാമറ അസിസ്റ്റൻ്റന്മാർ, അങ്ങേയറ്റം ഒരു തൂപ്പുകാരൻ, ഒരു സ്വീപ്പർ അവിടെ ഉണ്ടെങ്കിൽ ആ ആളിനെ വരെ ഇയാളാണ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പോയാൽ ശരിയാവില്ല. അല്ല, അപ്പോൾ ഇതിന് മുതൽ മുടക്കുന്നത് പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർക്ക് ഒരു സേയുമില്ലേ? അദ്ദേഹത്തിന് ഒരു സാധനമില്ല. പ്രൊഡ്യൂസറിൽ നിന്ന് സംസാരിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നേരോ കള്ളോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൊഡ്യൂസർ ഒരു സൂപ്പർ സ്റ്റാറിനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ സൂപ്പർ സ്റ്റാർ അവിടെ ഇരുന്നിടത്ത് ആകെ ഒരു കസേര സ്പെയറുള്ളൂ. ആ കസേര കാലെടുത്ത് വെച്ച് സംസാരിച്ചുകൊണ്ട് ഈ ചെന്ന പ്രൊഡ്യൂസറെ ബഹുമാനിച്ചില്ല എന്നുള്ള ഒറ്റ വിഷമം കൊണ്ട് അദ്ദേഹം ഏതോ ഒരു ഫോൺ നമ്പർ ചുമ്മാ കറക്കി ഫോൺ ചെയ്യാനെന്നുള്ള മുള്ള അവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ എഴുതി വന്നു. നേരാണോ സത്യമാണോ എനിക്ക് അറിഞ്ഞൂടെ. അല്ല, ഈ സൂപ്പർ സ്റ്റാറുകളുടെ അഹങ്കാരം കുറക്കാൻ ഈ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരുടെ സംഘടന വിചാരിച്ചാൽ സാധിക്കുമോ? സാധിക്കുന്നതാണ്. പക്ഷേ പ്രൊഡ്യൂസർമാരുടെ സംഘടന എങ്ങനെ വിചാരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ എപ്പോഴും ഇങ്ങനെ ചഞ്ചലരാണ്. ചിലപ്പോൾ ആ വള്ളത്തെ ചവിട്ടും, ചിലപ്പോൾ ഈ വള്ളത്തെ ചവിട്ടും. കാരണം അവർക്കൊരു പെർട്ടിക്കുലർ സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ തിയേറ്ററുകാർ കാശ് കൊടുക്കും ഒരു പടം എടുക്കാം. ഒരു പടം എടുക്കുമ്പോൾ ഈ പടം എടുത്തു എന്നുള്ളതല്ലാതെ വേറെ സൈഡായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതൊക്കെ ഇവർക്ക് കിട്ടിയെന്ന് വരാമല്ലോ. അതുകൊണ്ട് അവർ സൂപ്പർ സ്റ്റാറിൻ്റെ വരാന്തയിൽ പോയി ഇങ്ങനെ കാവൽ നിൽക്കും ദിവസങ്ങളോളം, മാസങ്ങളോളം ഒക്കെ. അവർ പറയുന്ന തുകയും കൊടുത്ത് എപ്പോഴെങ്കിലും ഡേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർക്ക് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സാരമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതുപോലെ ആയിരുന്നില്ല പഴയ പ്രൊഡ്യൂസർമാർ. അവരാരും ഇന്ന് രംഗത്തില്ല. അവർ ജീവിച്ചിരിപ്പുള്ളവർ പോലും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗതികേടാണ്. ഞാനിതിന് പണം മുടക്കുന്നു, എനിക്കൊരു മാനുഷിക പരിഗണനയിലെങ്കിലും ഒരു സ്ഥാനം വേണ്ടേ? പണം മുടക്കുന്ന ആളാണല്ലോ. ഇപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും തൊഴിലാളികളിൽ ജോലി ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് മുതലാളി ചെന്നാലും ഏത് ഇസം അവർ കൈയാളിയാലും ഒരു ചെറിയ ബഹുമാനം കാണും. നമുക്ക് അരി വാങ്ങാനുള്ള കാശ് തരുന്ന ആളാണല്ലോ. ഇദ്ദേഹം വന്നില്ല, അദ്ദേഹം ഇതിന് തയ്യാറായില്ലായിരുന്നെങ്കിൽ നമ്മൾ അല്പം ബുദ്ധിമുട്ടുകല്ലായിരുന്നു. വേറൊരാൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പോഴും അവിടെ ഇതുപോലാണല്ലോ. എന്താണെങ്കിലും പരസ്പര ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനമൊക്കെ ആവശ്യമാണ്. അതൊന്നുമില്ല. ഈ സിനിമാ താരങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ മനസ്സിലാക്കാൻ അമ്മ എന്ന് പറയുന്നൊരു സംഘടനയുണ്ടല്ലോ. ഉണ്ട്. അതാണ് പറയുന്നത്. അതിൽ തിലചേട്ടൻ അംഗമല്ലേ? ഞാൻ അതിലെ ആദ്യത്തെ അത് ഉണ്ടാക്കിയ സമയത്ത് 2 or 3 നമ്പറോ മറ്റാണെന്ന് എനിക്ക് തോന്നി, ഞാൻ ഓർക്കുന്നില്ല. ലൈഫ് മെമ്പറാണ്. എനിക്ക് ആദ്യമൊക്കെ ഒരു ദിവസം 2-3 ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് അമ്മയെന്ന്. ആഴ്ചയിൽ 8, 9, 10 ലെറ്റേഴ്സൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് ലെറ്റേഴ്സേ വരാറില്ല. ജനറൽ ബോഡി ഇത്രാം തീയതിയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ വരും. അല്ലാതെ ഇപ്പോൾ യാതൊരു ബന്ധവുമായിട്ടില്ല. 2004 എനിക്കെതിരായ ഒരു നീക്കം അതിലുണ്ടായ സമയത്താണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചാനലിലൊക്കെ വന്നിട്ടുള്ള സംഗതിയാണ്. അന്ന് മുതലാണ് ആ ഒരു രീതി. എന്നിട്ട് എനിക്കെതിരായിട്ട് അതിനകത്ത് ചില എക്സിക്യൂട്ടീവിലിരിക്കുന്ന ചില ആൾക്കാർ പ്രസംഗിക്കുക, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംസാരിക്കുക. അന്നൊക്കെ 2 പേരുണ്ടെങ്കിൽ ആ 2 പേരൊക്കെ എക്സിക്യൂട്ടീവ് കൂടി തീരുമാനമെടുക്കും. ഇപ്പോൾ
എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കാൻ പോകുന്നൊക്കെ ഇന്ന് ആരോ പറയുന്നത് കേട്ടു. എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. എക്സിക്യൂട്ടീവ് കൂടുന്ന സാറിന് അറിയിക്കാറില്ല, എൽമോടി മാത്രമേ അറിയിക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അമ്മ സംഘടനയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വാക്ക് പോലും ഇത്രയും ദിവസം എൻ്റെ ഒരു പ്രശ്നം നടന്നിട്ട് 11-12 ദിവസമായി ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 28-ാം തീയതി എൻ്റെ അമ്മ മരിച്ചു പെട്ടെന്ന്. അന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത്. അന്ന് എൻ്റെ അമ്മ മരിച്ചതിനൊരു സഹതാപം പോലും പ്രകടിപ്പിക്കാൻ അമ്മയൊന്നും തയ്യാറായില്ല. എനിക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ 4 ദിവസം കഴിഞ്ഞാണ് ഒരു അഭിനന്ദനം കിട്ടിയത്. ഇതൊക്കെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. മറ്റു ചിലർക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിരുന്നു. എന്തോ തിലകനെ ഒരു 2ാം കെട്ടിലെ മകനെന്നോ അങ്ങനെ എന്തോ ഒരു വിചാരം അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നു. ഈ അമ്മ ഇനിയിപ്പോൾ പ്രസ്താവനക്ക് പോലും വിലക്ക് ഏർപ്പെടുത്താൻ പോകുന്നു എന്നിങ്ങനെ അറിയാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ നിർത്തിവെക്കൂ. പ്രസ്താവനകൾക്ക് വിലക്ക് ഉണ്ടാക്കാൻ പോകുന്ന അറിയാൻ സാധിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. 1 വർഷം മുമ്പ് അമ്മയുടെ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒന്നിച്ചിരുന്ന ഒരു ചെറിയ ഒരു കോംപ്രമൈസ് പോലെ ഒരു സ്നേഹത്തോടെ ഒരു സുഹൃത്ത് സംഭാഷണം ആയിക്കൂടെ. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ സുഹൃത്തുക്കളല്ലേ. അല്ല ചേട്ടനിങ്ങനെ ഈ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നു അമ്മയ്ക്കെതിരായിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നുവരെ അമ്മയ്ക്കെതിരായിട്ടൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നത്തെ കാര്യം പറയുന്നത്. ഇന്നുവരെ അമ്മയ്ക്കെതിരായിട്ട് ഞാൻ പറഞ്ഞില്ല. അമ്മയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മയെ ഭരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് അമ്മയെ തേജോവധം ചെയ്തെന്ന് പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അല്ല എന്തായാലും നമുക്കൊന്നിരുന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു കാനഡ ടൂറുണ്ട്, എനിക്കൊരു ഷൂട്ടിങ് കാനഡയിലുണ്ട്, അതിന് പോകാൻ പോവുക, അതിൻ്റെ ഒരു തിരക്കിലാണ്. ഇപ്പോൾ അതിനായിട്ട് സ്പെയർ ചെയ്യാൻ ടൈമില്ല. ഇല്ല പോയി വന്നിട്ട് മതി. ഞാൻ പറഞ്ഞു ശരി പോയി വന്നിട്ടാണ് നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ആ സമയത്തായിരുന്നു ഞാനൊരു അവാർഡ് മേടിക്കാൻ ഡൽഹി പോയത്. ഇതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളാണ്. ഡൽഹി ചെല്ലുമ്പോൾ അവിടുത്തെ പത്രക്കാരെല്ലാം കൂടെ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് എന്നെ വിളിച്ചു. അന്ന് എൻ്റെ കൂടെ നെറുമുടി വേണു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും അവാർഡുണ്ടായിരുന്നു. അദ്ദേഹം ആ പ്രസ് മീറ്റിന് വന്നില്ല. അത് മറ്റെന്തോ കാരണവശാലാണ്. അപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു ഈ അമ്മയായിട്ടുള്ള യുദ്ധം തീർന്നോ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സീസ് ഫയർ ആണെന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇപ്പം 2-3 ദിവസം മുമ്പ് എന്നെ അമ്മയുടെ പ്രസിഡന്റ് വിളിച്ചിട്ട് നമുക്കൊരു ടോക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാകാം, എന്താണെന്നറിയട്ടെ, ഇങ്ങനെ പ്രസ്താവനകളൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നു. ഉടനെ മറ്റൊരാൾ ചോദിച്ചു വീണ്ടും തുടങ്ങുമോ? ഞാൻ പറഞ്ഞു വേണ്ടി വന്നാൽ തുടങ്ങാതിരിക്കാൻ ഒക്കെയല്ലോ. അതെങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൂർവാധികം ശക്തിമത്തായിരിക്കും, നിർത്തിയിട്ട് തുടങ്ങുന്നതല്ലേ. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് മാത്രമല്ല അതിനുശേഷം 1 കൊല്ലമായിപ്പോൾ, ഒരു കൊല്ലം കഴിഞ്ഞ നവംബറിലായിരുന്നു ഇത്. ഈ 1 കൊല്ലമായിട്ടും പിന്നെ എന്നെ അമ്മയെന്ന് വിളിക്കുകയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പത്രപ്രസാധനങ്ങളൊന്നും ആ വിളിക്കാമെന്ന് പറഞ്ഞ ദിവസം വരെ ചെയ്തിട്ടുമില്ല. അതിനുശേഷം ഈ ഒരു ഇഷ്യൂവിലാണ് പിന്നെ ഞാൻ ഈ പ്രസിൻ്റെ ക്യാമറയും ഒക്കെ അഭിമുഖീകരിച്ചത്. അല്ല ചെയ്തിട്ടില്ല. പക്ഷേ ഈ വിലക്ക് സ്നേഹപൂർവ്വമാണെങ്കിൽ പോലും എനിക്കൊരു വിലക്ക് തന്നപ്പോൾ ഈ പ്രസ്താവനകൾക്ക് തന്നപ്പോഴും വേറെ ചില അംഗങ്ങൾ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് എനിക്കെതിരായിട്ട്. അത് ഞാനിവിടെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അവർ പറയും അത് റീടെലികാസ്റ്റിംഗ് ആണ്. റീടെലികാസ്റ്റിംഗ് ആണെങ്കിൽ അവിടെ വിളിച്ച് പറഞ്ഞവർ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്തതെന്ന്. അതിൻ്റെ ഫലം അറിയുന്നവരെ അതും ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ പക്ഷികൾക്കും ചിലയ്ക്കാം, വശകൻ മാത്രം ചിലയ്ക്കരുതെന്ന് പറയുന്നതായിട്ടാണ്. എപ്പോഴാണ് അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്ന തോന്നലുണ്ടായത്? ഒറ്റപ്പെടുന്നുള്ള തോന്നൽ എനിക്കില്ല. അവഗണിക്കപ്പെടുന്നുണ്ട്. ഈ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ സൈഡിൽ ചിന്തിക്കുക കൂടെ ചെയ്യാതിരിക്കുമ്പോഴാണ്. ഫിസിക്കലി എനിക്കൊരു സപ്പോർട്ട് തരുന്നില്ല, അതും ഒറ്റപ്പെടലാണ്. മെൻ്റലി കൂടി ഇല്ലാതെ വരുമ്പോഴാണ് ഞാൻ ഒറ്റപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അമ്മയുടെ മെമ്പേഴ്സ് ഭൂരിപക്ഷം പേരും
നിശബ്ദരായി എൻ്റെ പക്ഷത്താണെന്നാണ്. പക്ഷെ വാ തുറക്കാൻ പറ്റില്ല അല്ലേ? അവർക്ക് വാ തുറക്കാനൊക്കെ തുറന്നാൽ നാളെ അവർ സിനിമാ ഫീൽഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനയെ ഖണ്ഡിക്കാൻ വേണ്ടി അവർ മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചെന്ന് വരാം. അവരിങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ അവർ പറയും. അതിനൊരു തെളിവെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആണോ അതിൻ്റെ മുമ്പിലത്താണോ ജനറൽ ബോഡിക്ക് അമ്മയുടെ എനിക്കെതിരായ ഒരു പ്രമേയം കൊണ്ടുവന്നു. ഞാൻ ആ ജനറൽ ബോഡിയിൽ ആബ്സെൻ്റ് ആയിരുന്നു. 2004 ശേഷം ഒരു ജനറൽ ബോഡിയിൽ ഞാൻ പ്രസൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കി. തിലകൻ ഇങ്ങനെ പത്രമാധ്യമങ്ങളോട് അമ്മയ്ക്കെതിരായി സംസാരിക്കുന്നു, മറ്റുള്ള ചില വ്യക്തികൾക്കുമെതിരായി സംസാരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അമ്മയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം എന്നായിരുന്നത്. ഇത് ഈ അമ്മയിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ ടെലിഫോണിലൂടെ എനിക്ക് കേൾപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയിലിരിക്കുന്ന പലരും മനസ്സുകൊണ്ട് എൻ്റെ അരികിലാണ്. അവർക്ക് പെരുമാറാൻ പറ്റില്ല. ഒരിക്കൽ പെരുമാറിയിട്ട് അവർ മാപ്പ് പറഞ്ഞ് അകത്ത് കയറേണ്ടി വന്നു, ഞാനൊഴികെ. അപ്പോൾ ഈ പ്രമേയം തള്ളിപ്പോയി. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത രാജൻ പി ദേവും വേറെ ചിലരും കയറി എതിർത്തു. രാജൻ പി ദേവ് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പിടി പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കും. അല്ലാതെ അദ്ദേഹം ഒരു ദ്രോഹമൊന്നും ആർക്കും ചെയ്തതായിട്ട് എനിക്കറിയാൻ പാടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നോക്കണം. അഭിനയ ലോകത്തും അദ്ദേഹം എത്രയോ വർഷങ്ങൾ പിന്നിട്ട ആളാണ്. അങ്ങനെ ഒരു നടനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ ഈ സംഘടന നിൽക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കുക എന്നാണ്. ജഗതി പറഞ്ഞായിട്ടറിഞ്ഞത്, ഇങ്ങനെ ഒരു കുഴപ്പം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളുടെ നിയമസംഹിതകളിലുണ്ട്, അതങ്ങ് ചെയ്താൽ പോരെ, എന്താണ് ഈ പ്രമേയം എന്ന് ചോദിച്ചു. അത് ശരിയല്ലേ? നിയമത്തിൽ ഉണ്ടെങ്കിൽ ആ നിയമം അപ്ലൈ ചെയ്യണം, നടപ്പിലാക്കുക. ഇതൊന്നും ചെയ്യാതെയാണ്. ഇത്രയും പേര് മാത്രമേ എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ ഇരുന്നവർ കൈയടിച്ചു, ഇവർക്ക് അനുകൂലമായിട്ട്, സംസാരിച്ചവർക്ക് അനുകൂലമായിട്ട്. അങ്ങനെ ആ പ്രമേയം തള്ളിപ്പോയി. അപ്പോൾ ഈ കൈയടിച്ചത് ആരാണ്? അതൊക്കെ എൻ്റെ ശക്തിയിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ നേരെ കൊണ്ടുവന്നുള്ള ഒരു അനീതി ഇല്ലാതാക്കണം. ഇത് എൻ്റെ നേരെയല്ല, ഈ ഇന്ത്യയിലുള്ള ഏത് പൗരൻ്റെ നേരെയും ഇങ്ങനൊരു പ്രയോഗം നടത്തിയാൽ അത് അനീതിയാണെന്ന് ആരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. തൊഴിൽ ചെയ്യാനുള്ള അവകാശം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളോടൊപ്പം ഉള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജന്മാവകാശമാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടനാപരമായും ആ അവകാശം നമുക്കുണ്ട്. നമുക്കുള്ളത് ജനാധിപത്യമാണ്. അതിനെ ഉപരോധിക്കാനും അത് എതിരായിട്ട് അണ്ടർഗ്രൗണ്ട് പണി, അജണ്ട ഇല്ല, ഹിഡൻ അജണ്ട ഉപയോഗിച്ചാണ് ചെയ്തത്. ഞാൻ വിനയൻ എന്ന ഡയറക്ടർ പടത്തിൽ അഭിനയിച്ച മാത്രമാണ് കാരണം. അത് തന്നെയാണ് കാരണം അല്ലേ? അത് മാത്രമാണ്. ഇന്നലത്തെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന, 15 കൊല്ലം മുമ്പ് തിലകൻ ഇങ്ങനെയായിരുന്നു ജോഷിയെ പീഡിപ്പിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. 15 കൊല്ലം മുമ്പ് പീഡിപ്പിച്ച ഈ കാര്യം അവർ ഇതുവരെ തുറന്ന് പറയാതിരുന്നിട്ട് ഇപ്പം പറയുന്നതിൻ്റെ കാര്യം എന്താ? വീണ്ടും അവർക്ക് എനിക്ക് എൻ്റെ തിലകനുള്ള മറുപടി എന്നും പറഞ്ഞ് തന്നത്. അങ്ങനെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഞാൻ എന്നെ ഉപരോധിച്ച് വിടണം എന്ന് പറഞ്ഞൊരു കത്ത് ചേംബർ ഓഫ് കൊമേഴ്സ്, ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കൊടുത്തായിട്ട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിനയനെ ഉപരോധിച്ചുകൊണ്ട് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കൊടുത്ത 2 പേര് കൊടുത്ത കത്ത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കത്ത്, ഇപ്പോഴും ഇരിപ്പുണ്ട്, എൻ്റെ ഫയലിൽ ഇരിപ്പുണ്ട്. അത് ഇന്നലെ ഞാൻ കാണിച്ചു. ആ കത്ത് ഇന്നലെ മാത്രമാണ് കാണിച്ചത്. അതെൻ്റെ കിട്ടിയിട്ട് കുറേ നാളായതാണ്. പിന്നെ ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള പടത്തിന് ഇവിടെ വന്ന് സുബൈർ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ വീട്ടിൽ വന്ന് ഈ സോഫയിലിരുന്ന് എൻ്റെ റൂഫിൻ്റെ താഴെ ഇരുന്ന്, ഞാൻ ചേട്ടനെ എൻ്റെ ബാപ്പയെ പോലെ സ്നേഹിക്കുന്നു, അതുപോലെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ശരി, നിങ്ങളെ ഞാൻ എൻ്റെ മകനെ പോലെ തന്നെ കാണുന്നു എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പക്കാരായ പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ ഒന്നും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കയറി വരണം, എങ്കിലേ നല്ല സിനിമ ഉണ്ടാവും. കാരണം പ്രായമായ ഒരാളുടെ കൺസെപ്റ്റിനൊക്കെ കുറച്ചുകൂടെ
ക്ലീൻ ആയിരിക്കും ചെറുപ്പക്കാരൻ്റെ. കാരണം അവൻ ലോകം കണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന കൺസെപ്റ്റ് ഉഗ്രമായിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പടമുണ്ട്, ആ പടത്തിൽ ചേട്ടൻ ചെയ്യണം, ഇന്ന വേഷമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞതാണ് ഇസ് ഐനസ് അബ്ദുള്ളയ്ക്കും. ഇന്ന വേഷമാണെന്ന് പറഞ്ഞ് എനിക്ക് അഡ്വാൻസ് തന്നാണ്. എന്നെ അറിയിക്കാതെ ഷൂട്ടിംഗ് തുടങ്ങി. ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ പറഞ്ഞിടത്ത് ചെന്നപ്പോൾ ലൊക്കേഷൻ കൊല്ലങ്കോട് ബംഗ്ലാവ്. അഡ്വാൻസ് തന്നിരുന്നു അന്ന്? അഡ്വാൻസും തന്നു. 7 ആർട്സ് ഫിലിംസ് അഡ്വാൻസ് തന്ന് ആ ഡേറ്റിൽ അവരെന്നെ ഒന്നും വിളിച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയായിട്ട് പാലക്കാട് പോയി. പാലക്കാടാണ് ക്യാമ്പെന്നോട് പറഞ്ഞിരുന്നു. കൊല്ലങ്കോട് കൊട്ടാരത്തിലായിരുന്നു ഷൂട്ടിംഗ്. അങ്ങനെ ഞാൻ പാലക്കാട് ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു സിനിമാ പാർട്ടി ഇല്ലയെന്നറിഞ്ഞു. ഞാൻ തിരിച്ചോടിച്ചൂടെ വന്നിട്ട് ഞാൻ വിളിച്ചു.